ധാർമ്മിക സംഗമം ആയി കേരളത്തിൻ്റെ കുംഭമേളയായി നിലനിന്നിരുന്ന ഒരു മഹാസംഗമമാണ് എന്ന് വ്യക്തമായി. അതായത് ആരെങ്കിലും ഇതൊന്ന് ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ജനം ഇവിടെ ഉണ്ട് എന്നർത്ഥം. നമ്മൾ തീരുമാനിക്കാതിരുന്നിട്ടും ആഗ്രഹിക്കാതിരുന്നിട്ടും അത് വിപുലമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുന്തോറും. അതൊരു 250 വർഷങ്ങൾക്ക് ശേഷം എന്ന് പൊതുവിൽ പറയാം. ബ്രിട്ടീഷുകാരാണ് നമുക്ക് ജനാധിപത്യം ഉണ്ടാക്കി നമ്മളിവിടെ വല്ലാതെ കഷ്ടപ്പെട്ട് നന്നാക്കാൻ വന്നതാണ് എന്നാണ് ഇപ്പോൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞ് അതിനെ സാക്ഷാത്കരിച്ചതുകൊണ്ടാണ് അവർക്ക് ഗുഹയിലിരുന്നിട്ട് ഒരു ചെടിയുടെ വേരിലുള്ള ഇത് നമ്മുടെ ഇന്ന രോഗത്തിന് മരുന്നായി വരുമെന്നും സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഇന്നതാണെന്നും ഒക്കെ ചിന്തിക്കാൻ പറ്റിയത്. വിശ്വസിച്ചല്ല, അനുഭവിച്ചും അനുഭൂതി നുകർന്നും വരുന്നവരെ തന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ വിശ്വസിച്ച് വരുന്നവർ പോലും വരണ്ട, അന്ധവിശ്വാസികൾ ഒട്ടും വരണ്ട. നമസ്കാരം. പ്രയാഗ്രാജ് കുംഭമേള കഴിഞ്ഞു. പ്രയാഗ്രാജ് കുംഭമേള തൊട്ടിട്ട് എല്ലായിടത്തും പത്രങ്ങളിലും ചാനലിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം, കേരളത്തിൻ്റെ സ്വന്തം മഹാമണ്ഡലേശ്വർ. ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും അങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു കുംഭമേളയിലേക്ക് കിടക്കുകയാണ്. കേരളത്തിൻ്റെ കുംഭമേള വളരെ പെട്ടെന്നാണ് വീണ്ടും ആ കുംഭമേള വീണ്ടും സജീവമായി നിൽക്കുന്നത്. എന്താണ് കേരളത്തിലൊരു കുംഭമേള വരണം എന്ന് തീരുമാനിക്കാൻ അല്ലെങ്കിൽ തീരുമാനിക്കപ്പെട്ടത് എങ്ങനെയാണ്? ഒരു തീരുമാനവും വ്യക്തികൾ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ആളുകൾ എന്നുള്ള നിലയിൽ എടുക്കുന്നതല്ല. അത് ദേശവും കാലവും എല്ലാം പാകമാകുമ്പോൾ ഒരു പ്രകൃതിയുടെ പ്രപഞ്ചത്തിൻ്റെ ഒരു ഇച്ഛയനുസരിച്ച് രൂപപ്പെടുന്നതാണ്. കേരളത്തിൻ്റെ കുംഭമേള എന്ന് പറഞ്ഞിട്ട് വന്ന ഒരു ഇത്, അതായത് അതിപുരാതനമായി കേരളത്തിൻ്റെ കുംഭമേള എന്നുള്ള നിലയിൽ നടന്നു വന്നിരുന്ന മഹാമാഘ മഹോത്സവത്തിൻ്റെ ഒരു പുനരുജ്ജീവനം തീർത്തും യാദൃച്ഛികമായിട്ട് സംഭവിച്ചതാണ്. അതായത് അവിടെ ഒരു 2016 മുതൽ അവിടുത്തെ കുറച്ച് ആളുകൾ, അവിടുത്തെ ഒരു മേൽശാന്തി, തിരുനാവായ ക്ഷേത്രത്തിലെ മേൽശാന്തി സുധീർ നമ്പൂതിരിയുടെ ഒരു ഗണപതി ഹോമം, ഒരു നിളാപൂജ എന്നുള്ള രീതിയിൽ 2016 മുതൽ ചെറുതായി രീതിയിൽ അതിനെ പുനരുജ്ജീവിപ്പിച്ച് അതിൻ്റെ ആ ഒരു സ്മരണ നിലനിർത്തിക്കൊണ്ട് തുടങ്ങിയത് ഈ പ്രയാഗ്രാജ് മഹാകുംഭമേളയെ തുടർന്ന് കേരളത്തിലുണ്ടായ പല പരിപാടികൾക്കിടയിൽ പങ്കെടുക്കുമ്പോൾ കോട്ടയ്ക്കൽ കോവിലകത്തിൻ്റെ ഒരു സ്വീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനൊരു കാര്യമുണ്ട്. അത് സ്വാമിജി കൂടി അതിലൊന്ന് ഇടപെട്ടിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തും എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞു. അപ്പം അത് പല കാര്യങ്ങളും പല വേദികളിലും ഇങ്ങനെ പല ആളുകളും അതിൻ്റെ കാര്യങ്ങൾ പറയാറുണ്ട്. പലപ്പോഴും സമയത്തിൻ്റെയും മറ്റുള്ള പല പരിമിതികൾ കൊണ്ടും നമുക്കതിൻ്റെ സ്ഥലങ്ങളിലെത്താനോ അതിൽ കൂടുതൽ എന്തെങ്കിലും ചിന്തിക്കാനോ ഒന്നും കഴിയാറില്ല. പക്ഷേ വീണ്ടും യാദൃശ്ചികമായിട്ട് ഏകദേശം 1 മാസം മുമ്പ് ഇതേ ആളുകളുമായിട്ട് കൂടിച്ചേരാനും അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഇളംകുളം കുഞ്ഞമ്പിള്ള, പിന്നെ കൃഷ്ണയ്യർ, വില്യൻ ലോഗൻ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഈ ഒരു ഇതിൻ്റെ പൗരാണികവും ചരിത്രപരവുമായ പ്രാധാന്യത്തെക്കുറിച്ച് ധാരാളം എഴുതിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് അത് വ്യാപാരമേളയാണ്, യുദ്ധമാണ് എന്നൊക്കെയാണ് പ്രചാരം എന്നുണ്ടെങ്കിലും സിനിമകളിലൂടെയും അതിൽ തന്നെ വ്യാഖ്യാനം ഉണ്ടായിട്ടുണ്ട്. അല്ല അത്തരത്തിലുള്ള അതായത് ഇപ്പോഴത്തെ ഒരു പബ്ലിക് നരേഷൻ അങ്ങനെയാണെങ്കിൽ പോലും കേരളത്തിലെ അല്ലെങ്കിൽ ദേശീയ പ്രസക്തിയൊക്കെ തന്നെയുള്ള ചരിത്രകാരന്മാർ ഇതിൻ്റെ ഒരു നാൾ വഴികൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ സാമാന്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ ഉത്തരഭാരതത്തിൽ ഉള്ള നദീ ആരാധനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുംഭമേളകൾ, അവിടുത്തെ മഹാമാഘമേള ഇപ്പോൾ പ്രയാഗിൽ ജനുവരി 3 തൊട്ട് തുടങ്ങുകയാണ്. കൽപ്പവാസം എന്ന് പറയുന്ന ഭാരതത്തിലെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള വ്രതകാലമാണത്. അപ്പോൾ അത് പിന്നെ പുഷ്കരം ഒരു നദീ ആരാധനയായിട്ട് 12 വർഷം കൂടുമ്പോൾ പ്രധാനപ്പെട്ട എല്ലാ പുണ്യനദികളിലും സംഭവിക്കുന്ന ഒരു ഇതാണ്. അതുമൊക്കെയായിട്ട് അതിലൊക്കെ പങ്കെടുത്തും അതിൻ്റെ ചടങ്ങുകളിലും കാര്യങ്ങളിലും ഒക്കെ നേതൃത്വം കൊടുത്തും ഒക്കെയുള്ളൊരു പരിചയത്തിൻ്റെയും അറിവിൻ്റെയും കൂടി പശ്ചാത്തലത്തിൽ ഇവർ പറഞ്ഞ കാര്യങ്ങളെ കൂടി പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അത് പഴയ കാലത്ത്, അതായത് പൗരാണിക കാലം മുതൽ ബ്രഹ്മദേവൻ്റെ കാലം മുതൽ ധാർമ്മിക സംഗമം ആയി കേരളത്തിൻ്റെ കുംഭമേളയായി നിലനിന്നിരുന്ന ഒരു മഹാസംഗമമാണ് എന്ന് വ്യക്തമായി. അപ്പോൾ അതിനെ അതേ ശക്തിയോടുകൂടി തന്നെ പുനരുജ്ജീവിപ്പിക്കാം എന്നുള്ളൊരു ആലോചനയാണ് ഉണ്ടായത്. അതും ഈ ഒരു വർഷത്തെ ഇത് നമ്മളൊന്ന് തുടങ്ങി വയ്ക്കുക എന്നുള്ള രീതിയിൽ വളരെ ചെറിയ രീതിയിലാണ് ആദ്യത്തെ സമയത്ത് ചിന്തിച്ചത്. പക്ഷെ അതിനെക്കുറിച്ചിട്ടുള്ള ചെറിയ വാർത്തകൾ വന്നു തുടങ്ങിയപ്പോഴേക്കും അത് കേരളത്തിലെ എന്നുള്ളതല്ല, ഭാരതത്തിലെ തന്നെ ധാർമ്മികമായിട്ടുള്ള മനസ്സുകൾ വലിയ രീതിയിൽ അതിനെ ഏറ്റെടുക്കുകയുണ്ടായി. ബീഹാറിലും ബംഗാളിയിലും ഒറീസയിലും UP-യിലും ഹിന്ദി മാധ്യമങ്ങളിൽ ഒക്കെ വലിയ രീതിയിലുള്ള വാർത്തകൾ
ഇതുമായി ബന്ധപ്പെട്ട് വന്നു. അതായത് ആരെങ്കിലും ഇതൊന്ന് ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ജനം ഇവിടെ ഉണ്ട് എന്നർത്ഥം. അത് ജനവുമുണ്ട്, ഈ കാലവും പ്രകൃതിയും അത് ഇച്ഛിക്കുന്നുണ്ട് എന്നാണ് ആ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. പ്രതികരിക്കാൻ അല്ലെങ്കിൽ ആ ജനങ്ങളെ അതിനെ പ്രേരിപ്പിക്കാൻ ഉള്ളിലൊരു ചോദന വരണമല്ലോ, അത് പ്രകൃതിയിൽ നിന്ന് വരണം. ആ ഒരു സാഹചര്യം ഇവിടെയുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ തീരുമാനിക്കാതിരുന്നിട്ടും ആഗ്രഹിക്കാതിരുന്നിട്ടും അത് വിപുലമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുന്തോറും. അപ്പം അതുകൊണ്ടത് നിശ്ചയിച്ചു എന്നോ തീരുമാനിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. പ്രകൃതിയുടെ ഒരു ഇച്ഛ നടക്കുന്നു, നമ്മളൊക്കെ അതിലൊരു നിമിത്തമോ ഉപകരണമോ ഒക്കെ ആകുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിത്തിട്ടു എന്ന് പറയുന്നത് ഒന്ന് രണ്ട് നല്ല മനസ്സുകൾ ഒരു നിളാരതിയായി തുടങ്ങിയൊരു സംഭവം ഈ വർഷം നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അങ്ങ് വളർന്നു പോകുന്നു, ജനങ്ങൾ മുഴുവൻ സ്വീകരിക്കുന്നു. ഇനി ശരിക്കുമുള്ള, അതായത് കുംഭമേള, പ്രയാഗ്രാജിലെ കുംഭമേള, മഹാകുംഭമേള എന്നൊക്കെ പറയുന്നത് പോലെ ശരിക്കുമുള്ളൊരു കുംഭമേള കേരളത്തിൽ അത് ഏത് വർഷം നടക്കുക? അപ്പോൾ അതായത് ഇത് ഇവിടെ രണ്ടും ചേർന്നിട്ടാണ്. ഇപ്പോൾ പ്രയാഗ്രാജിൽ അറിയുന്ന ആളുകൾക്കറിയാം, എല്ലാ വർഷവും നടക്കുന്ന മഹാമാഘം അത് 12 വർഷം കൂടുമ്പോൾ അത് കുംഭമേളയായി മാറുകയാണ്. ഇവിടെ എല്ലാ വർഷവും നടക്കുന്ന ഇതുപോലുള്ള മഹാമാഘം അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുഷ്കരം എന്ന് പറയുന്നത് അതിൻ്റെ ഐതിഹ്യം, ബ്രഹ്മദേവനോടൊരു മഹാത്മാവ് പുണ്യനദികൾക്ക് കൂടുതൽ തേജസ് നൽകാൻ എനിക്ക് കഴിയണമെന്നാണ് പ്രാർത്ഥിച്ചത്. കാരണം ഒരുപാട് പാപിഷ്ടരായവർ അവരുടെ പാപം കഴുകിക്കളയാൻ വേണ്ടിയിട്ട് നദിയിൽ കുളിച്ച് അതുകൂടി നദിയിൽ കരന്ന അതിൻ്റെ ശക്തി കുറച്ച് കുറഞ്ഞാലോ, അല്ലെങ്കിൽ അതിനെ കൂടുതൽ പുഷ്ടിപ്പെടുത്താൻ എനിക്ക് ശക്തി തരണേ എന്നാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ബ്രഹ്മദേവൻ അനുഗ്രഹിച്ചു, അദ്ദേഹം സ്നാനം ചെയ്താൽ മതിയെന്ന്. അപ്പോൾ വ്യാഴം ഗുരു ബൃഹസ്പതി അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ കൂടെ വരൂ, ഞാൻ ഓരോ നദിയുടെയും രാശിയിലെത്തുമ്പോൾ ആ നദിയിൽ സ്നാനം ചെയ്ത് അതിൽ എൻ്റെ തേജസ് വർദ്ധിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ നദിയിലും ഈ വ്യാഴം എത്തുമ്പോൾ, അതിൻ്റെ രാശിയിൽ വ്യാഴം എത്തുമ്പോൾ അവിടെ പുഷ്കരവും നടക്കും. ഇപ്പോൾ ഒരു വർഷമാണ് വ്യാഴം ഒരു രാശിയിലുണ്ടാവുക. അപ്പോൾ അതിൻ്റെ തുടക്കകാലത്തോ അവസാന കാലത്തോ ഉള്ള 12-14 ദിവസങ്ങളായിരിക്കും അവിടെ പുഷ്കരമായിട്ട് നടക്കുന്നത്. അതാണ് ഈ 12 വർഷം കൂടുമ്പോൾ എന്ന് പറയുന്നത്. 12 വർഷം കൂടുമ്പോൾ എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ഗതിക്കനുസരിച്ചിട്ടാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ രാശി അനുസരിച്ചിട്ടാണ് മഹാകുംഭമേളകൾ, പൂർണ്ണ കുംഭമേളകൾ ഒക്കെ നടക്കുന്നത്. അത് കുംഭമേളകളെ സംബന്ധിച്ചിടത്തോളം 4 കുംഭമേളകളിൽ ഗരുഡൻ അമൃത കലശവുമായി സഞ്ചരിച്ചു. അപ്പോൾ അവിടെ ഗരുഡന് വഴികാട്ടിയത് വ്യാഴാണ്. വ്യാഴത്തിൻ്റെ സഞ്ചാരം നോക്കിയിട്ടാണ് ഗരുഡൻ വ്യാഴമാണ് ഗരുഡന് വഴി കാണിച്ചത്. അപ്പം അതനുസരിച്ചിട്ടാണ് വ്യാഴം ഓരോ രാശിയിൽ, ഗരുഡൻ വിശ്രമിച്ച രാശി, ക്ഷീണം തോന്നി വിശ്രമിച്ച രാശിയിൽ ആണ് അവിടെ തീർത്ഥം ഉണ്ടായത്. ആ സമയത്ത് വ്യാഴവും അപ്പോൾ അവിടെയുണ്ട്. അപ്പോൾ വ്യാഴത്തിൻ്റെ രാശി നോക്കിയിട്ടാണ് കുംഭമേളകൾ വരുന്നത്. വ്യാഴത്തിൻ്റെ രാശി വെച്ചിട്ട് തന്നെയാണ് പുഷ്കരവും വരുന്നത്. അങ്ങനെ നിളയുടെ രാശി സിംഹരാശിയാണ്. അപ്പോൾ സിംഹരാശിയിൽ വ്യാഴം വരുമ്പോൾ അതിനെ സിംഹസ്ഥ എന്നാണ് പറയുക. അപ്പോൾ സിംഹസ്ഥ കുംഭാണ് ഉജ്ജയിനി. അത് നാസിക് കുംഭം അങ്ങനെ തന്നെയാണ്, കാരണം വ്യാഴം അവിടേക്ക് വരുന്നു. നാസിക് കുംഭിൻ്റെ സമയത്തെ തന്നെ ചിങ്ങരാശിയിൽ പ്രവേശിക്കും. പക്ഷേ സിംഹസ്ഥ കുംഭം എന്ന് വിഖ്യാതമായിരിക്കുന്നത് ഉജ്ജയിനിയിലെ കുംഭമേളയാണ്. അതേ സമയത്താണ് നിളയിലെ പുഷ്കരവും. അപ്പോൾ 12 വർഷം കൂടുമ്പോൾ നടക്കുന്ന വലിയ രീതിയിലുള്ള സംഗമം ഇനി 2016 അതിന് ചില യാദൃശ്ചികതകൾ, പ്രകൃതിയുടെ നിയോഗം സംഭവിക്കുന്നത് അങ്ങനെയാണ്. അതായത് അവിടുത്തെ ഒരു ചെറിയ രീതിയിൽ ഒരു ഗണപതി ഹോമവും നിളാപൂജയുമായി തുടങ്ങാൻ അവിടുത്തെ ആളുകളെ പ്രചോദിപ്പിച്ച സമയം 2016 ആയിരുന്നു. അത് ഈ ഉജ്ജയിൻ സിംഹസ്ഥയുടെ അതേ സമയമായിരുന്നു. അപ്പോൾ ഇനി അത് 2028 രീതിയിൽ നടത്തേണ്ട ഒരു സമയത്ത് തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള മുഹൂർത്തത്തിൽ തന്നെ, അല്ലെങ്കിൽ ആ കാലത്ത് തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ചെറിയ രീതിയിൽ വർഷങ്ങൾക്ക് ശേഷം, അത് ഒരു 250 വർഷങ്ങൾക്ക് ശേഷം എന്ന് പൊതുവിൽ പറയാം. പക്ഷേ ഇപ്പോൾ നമുക്ക് തരുന്ന ചില ഇൻഫർമേഷൻസ് 1960-കളിൽ 63-ലോ 64-ലോ മറ്റോ അത്തരത്തിലുള്ളൊരു ശ്രമങ്ങളുണ്ടായിരുന്നു. പിന്നെ തിരുവിതാംകൂർ രാജാവ് അവിടെ ഒരു ദേവപ്രശ്നം നടന്നിരുന്ന സമയത്ത് അവിടെ ഈ മാഘമാസക്കാലത്ത് ഇവിടെ വന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ചെയ്തിരുന്ന ചില കാര്യങ്ങൾ മുടങ്ങിപ്പോയതിൻ്റെ പ്രായശ്ചിത്തം 1-2 വർഷം ചെയ്യേണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ ശ്രമങ്ങൾ പല കാലത്തും നടന്നിട്ടുണ്ട്. പക്ഷേ 2016 തൊട്ട് അതാ കോവിഡൊക്കെ പ്രമാണിച്ച് ഒരു വർഷമോ മറ്റോ മുടങ്ങിയത് ഒഴിച്ചാൽ എല്ലാ വർഷവും ചെറിയ രീതിയിൽ നടന്നു പോയിട്ടുണ്ട്. ഓരോ വർഷവും ചെറുതായി വലുതായും വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടുള്ളൊരു വളർച്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വർഷം അത് കുറച്ചുകൂടി വിപുലമായിട്ട് വരുന്നു. അപ്പോൾ ഇനി 2028 നിളയുടെ രാശിയായിട്ടുള്ള സിംഹരാശിയിലേക്ക്, ചിങ്ങൻ രാശിയിലേക്ക് വ്യാഴം വരുന്നത്. അപ്പോൾ അതിൽ ചെറിയൊരു ഭേദമുണ്ട്. കാരണം ഈ വ്യാഴത്തിൻ്റെ ഗതിമാറ്റവും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സമയത്തിൻ്റെ ചെറിയൊരു വ്യത്യാസമുണ്ട്. പക്ഷേ കുംഭമേളകൾ ആ നിശ്ചയിച്ച മാഘമാസത്തിൽ തന്നെയാണ്
അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ ഇവിടുത്തെ ഉള്ള കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചിട്ട് തന്നെയാണ് നടക്കുക. അപ്പോൾ 2028 ഇനി അത് ഏറ്റവും പ്രധാനമായിട്ട്, കാരണം പഴയ ചരിത്രത്തിൽ കേരളത്തിലെ ഹിന്ദു ധർമാധ്യക്ഷന്മാരാണ് കേരളത്തിലെ ചക്രവർത്തിമാർ, രാജാക്കന്മാർ. അപ്പോൾ അവരുടെ സ്ഥാനാരോഹണം ഈ 12 വർഷം കൂടുമ്പോൾ ഉള്ള മഹാസംഗമത്തിലാണ്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന രാജാവ് ചക്രവർത്തി സ്ഥാനത്യാഗം ചെയ്ത് വാനപ്രസ്ഥത്തിന് പോയി. ജീവിതകാലം മുഴുവൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആവണമെന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ ഇന്നത്തെയൊക്കെ വിശദീകരണങ്ങൾ ബ്രിട്ടീഷുകാരാണ് നമ്മളെ അക്ഷരം പഠിപ്പിച്ചത്, ബ്രിട്ടീഷുകാരാണ് നമുക്ക് ജനാധിപത്യം ഉണ്ടാക്കി, നമ്മളിവിടെ വല്ലാതെ കഷ്ടപ്പെട്ട് നന്നാക്കാൻ വന്നതാണ് എന്നാണ് ഇപ്പോൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവാഞ്ചലിസ്റ്റുകളാണ്, ക്രിസ്ത്യൻ മിഷണറിമാരാണെന്നൊക്കെയാണ്. അപ്പോൾ ഇവിടെ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം, വേദം, ഋഗ്വേദം, എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഋഗ്വേദം പറഞ്ഞിട്ടുണ്ട് ഭൂമിയുടെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു എന്ന്. ആ സമയത്ത് ഈ അടുത്ത കാലം വരെ, അതായത് ഇവിടെ ബ്രിട്ടീഷുകാരൊക്കെ ഭരിക്കുന്ന കാലത്ത് പോലും യൂറോപ്പ് ആണിൻ്റെ വായിൽ 32 പല്ലും സ്ത്രീയുടെ വായിൽ 30 പല്ലും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആചാര്യം പറഞ്ഞിട്ടുണ്ട്, വായ തുറന്ന് എണ്ണി നോക്കാൻ പോലും മെനക്കെട്ടിട്ടില്ല. അതാണ് അവിടുത്തെ ശാസ്ത്രബോധം. ഇവിടെ നളന്ദ, തക്ഷശില പോലുള്ള സർവകലാശാല. അതുപോലെ ഇവിടെ ഈ ജനായത്ത പ്രക്രിയ, കേരളത്തിൻ്റെ ചക്രവർത്തിമാരെ, അതായത് അവസാനത്തെ ചക്രവർത്തിയായിരുന്ന ചേരമാൻ പെരുമാൾ നായനാരെ വരെ ഈ മഹാമാഘ സംഗമത്തിൽ 12 വർഷം കൂടുമ്പോൾ നടക്കുന്ന പുഷ്കരം കൂടി വരുന്ന മഹാസംഗമത്തിൽ വെച്ച് അന്ന് കേരളത്തിൻ്റെ സാമാജിക നേതൃത്വത്തിലിരുന്ന ഭിന്നദേശങ്ങളിൽ നിന്ന് വന്ന എല്ലാവരും ചേർന്ന് തിരഞ്ഞെടുക്കുകയായിരുന്നു. കേമനല്ലെങ്കിൽ തിരഞ്ഞെടുക്കില്ല. ഇതുപോലെയാണ് കാശി രാജാവ് പിന്നെ വിദ്വത് പരീക്ഷയിൽ കൂടെയാണ് വന്നിരുന്നത്. വിദ്വാന് മാത്രമേ കാശി രാജാവ് ആവാൻ പറ്റുള്ളൂ. ഇവിടെ അതിൻ്റെ ഒരു ഭരണശേഷിയും എല്ലാ മികവും കൂടി നോക്കി അത്തരത്തിലുള്ളൊരു ചക്രവർത്തിയെയാണ് തിരഞ്ഞെടുത്തിരുന്നത്. അപ്പോൾ 12 വർഷം കഴിയുമ്പോൾ അദ്ദേഹം സ്ഥാനത്യാഗം ചെയ്ത് യോഗ്യനായ പുതിയൊരാളെ തിരഞ്ഞെടുക്കും. അങ്ങനെയാണ് നടന്നിരുന്നത്. അപ്പോൾ ചില ചരിത്ര സൂചനകളനുസരിച്ച് ആദ്യ കാലഘട്ടങ്ങളിൽ, പെരുമാക്കന്മാരുടെ കാലത്തിന് ശേഷം ആദ്യ കാലഘട്ടങ്ങളിൽ പെരുമ്പടപ്പ് സ്വരൂപമാണ് ഇവിടെ, കൊച്ചി രാജാവ് പെരുമ്പടപ്പ് സ്വരൂപമാണ് ഇവിടെ ഇതിന് നേതൃത്വം നൽകിയത്. ആ പെരുമ്പടപ്പ് സ്വരൂപത്തിലെ രാജാവും 12 വർഷം കഴിയുമ്പോൾ അദ്ദേഹം വാനപ്രസ്ഥം ചെയ്ത്, അതായത് രാജാധികാരം ഒഴിഞ്ഞ് ഈ ഹിന്ദു ധർമാധ്യക്ഷൻ എന്നുള്ള നിലയിലുള്ള കോവിലധികാരം മാത്രം തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റെ പ്രതിനിധികളായിട്ട് വള്ളുവക്കോനാതിരി വന്നു. വള്ളുവനാടിനെ സാമൂതിരിപ്പാട് ആക്രമിച്ച് കീഴടക്കി. പിന്നെ ഈ മഹാമാഘവേദി കൂടി ഒരു യുദ്ധത്തിൻ്റെ അന്തരീക്ഷം, പിന്നെ യുദ്ധമാണ്. അതിനുശേഷം പിന്നെ യുദ്ധം. അത് സാമൂതിരിപ്പാടിൻ്റെ കാലത്ത് മലബാർ മുഴുവൻ അങ്ങനെയായിരുന്നു. ചെറിയ ചെറിയ രാജ്യങ്ങളെ ആക്രമിക്കുകയും, കൊച്ചി ആക്രമിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കൊച്ചി രാജാവ് ആദ്യം പഴയന്നൂരിൽ നിന്ന് ആദ്യം മട്ടാഞ്ചേരിയിലേക്കും പിന്നെ തൃപ്പൂണിത്തറയിലേക്കും ഒക്കെ മാറുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെയുള്ള ആക്രമണങ്ങളുടെ ഒരു വേദിയായിട്ട് അവിടെ മാറുകയും, അങ്ങനെയാണ് ഇവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ കുലദേവതയായ പഴയന്നൂർ ദേവി വരുന്നത്. പിന്നെ ഇപ്പോൾ ബ്രിട്ടീഷുകാർ അതായത് ഈ ഋഷീശ്വരന്മാർ ഇങ്ങനെ ഒരു സ്ഥലം, ഒരു സമയം നിശ്ചയിക്കണം എന്നുള്ളത് ഒരുപാട് തപസ്സിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം പ്രകൃതിയിൽ നമുക്ക് അനുഗ്രഹദായികയായിട്ടുള്ള ഒരുപാട് ശക്തികളുണ്ട് എന്ന് ഋഷീശ്വരന്മാർ തിരിച്ചറിഞ്ഞിരുന്നു. അത് തിരിച്ചറിഞ്ഞ് അതിനെ സാക്ഷാത്കരിച്ചതുകൊണ്ടാണ് അവർക്ക് ഗുഹയിലിരുന്നിട്ട് ഒരു ചെടിയുടെ വേരിലുള്ള ഇത് നമ്മുടെ ഇന്ന രോഗത്തിന് മരുന്നായി വരുമെന്നും സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഇന്നതാണെന്നും ഒക്കെ ചിന്തിക്കാൻ പറ്റിയത്. അതും മറ്റേ ഇന്ന പക്കത്തിൽ ഇന്ന നാളിൽ ഒക്കെ അതിൻ്റെ പ്രഭാവം കൂടും കുറയും എന്നുള്ളതൊക്കെ ഒരു ലാബും വെച്ചിട്ടല്ല അവർക്ക് അത് അറിയാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ അറിയാൻ പറ്റിയത് ഈ പ്രകൃതി ശക്തികളെ തിരിച്ചറിഞ്ഞ് അതിനെ അനുഗ്രഹദായിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടാണ്. അപ്പോൾ അവരതുപോലെ ഈ നമുക്ക് മനുഷ്യന് ഊർജം പകരുന്ന, ശക്തി പകരുന്ന ദിവ്യ തേജസ്സുകൾ, പ്രകൃതിയിലെ ശക്തികൾ, അതിൻ്റെ വല്ലാത്ത പ്രഭാവം ചില ഭൂമികളിലുണ്ടാവും. ആ ഭൂമികളെയാണ് പഴയ കാലത്ത് തീർത്ഥസ്നാനങ്ങളായിട്ട് ആചാര്യന്മാർ സങ്കല്പിച്ചത്. ആ ഭൂമികളിലാണ് ഭഗവാന്റെ അവതാരവും ലീലകളും എല്ലാം കൂടുതലായിട്ടുണ്ടാവുക. കാരണം ആ ശക്തിയുടെ വിളയാട്ടം ഉണ്ടാവുക. അപ്പോൾ അതുപോലെ ദേവതാസ്ഥാനം കൊണ്ട് തന്നെ തിരുനാവായയുടെ ആ ഒരു ശക്തി ഇത് പെട്ടെന്ന് തന്നെ ആർക്കും തിരിച്ചറിയാൻ പറ്റും. ആ സ്ഥലത്ത് ഈ മാഘമാസത്തിൽ വലിയ തോതിൽ അതിൻ്റെ സഞ്ചയം ഉണ്ടാവുമെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു. അപ്പോൾ അത് ഈ ദേശത്തെ ജനങ്ങൾക്കും ദേശത്തിനും ആ എനർജി ഉപയോഗിക്കാനാകണം, അവരിലേക്ക് ആ അനുഗ്രഹം, അവരിലേക്ക് ആ ശക്തി, എനർജി പ്രസരിക്കണം എന്ന് കരുതിയിട്ടാണ് അന്നത്തെ ഋഷീശ്വരന്മാർ ഈ സമയത്ത് ഇന്ന സാന്നിധ്യങ്ങൾ അവിടെ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ വന്ന് സ്നാനം ചെയ്യണം, ഈ സമയത്ത് മാഘമാസത്തിൽ സ്നാനം ചെയ്യണം, നിങ്ങളുടെ ദേവതോപാസന ചെയ്യണം, ജപമാണെങ്കിൽ ജപം, പുരാണപാരായണമാണെങ്കിൽ പുരാണം, സത്സംഗം ചെയ്യണം, ഗുരുക്കന്മാരുടെ അനുഗ്രഹം വാങ്ങിക്കണം എന്ന്
അന്നത്തെ കാലത്ത് ഋഷീശ്വരന്മാർ ഇത് പറഞ്ഞു കൊടുത്തത്, തിരിച്ചറിഞ്ഞ ആളുകൾ ഉപദേശിച്ചു കൊടുത്തതും അങ്ങനെ തുടർന്നു പോകുന്നതും. അതായത് എന്തെങ്കിലും പ്രത്യേകതയുള്ള രാജാവ് തൊട്ട് എന്തെങ്കിലും പ്രത്യേകതയുള്ള എല്ലാവരും ഈ സമയത്ത് കൃത്യമായി എത്തിച്ചേർന്ന് ഇതിലെ പ്രഭാവം എടുത്ത് സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു പോയിരുന്ന ഒരു ഉത്സവമായിരുന്നു അല്ലേ? എന്തെങ്കിലും പ്രത്യേകതയുള്ളവരിലല്ല, അത് അവർ വന്ന് അവരുടെ അതിന് നേതൃത്വം കൊടുക്കുന്നു. എല്ലാ ജനങ്ങളും എത്തിച്ചേർന്നു, എല്ലാവരും വന്നിരുന്നു. കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ. ഇപ്പോൾ അതിൽ മാത്രമല്ല, അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ പിഴക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ചക്രവർത്തി അവിടെ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ മുഹൂർത്തങ്ങൾ, ആചാരങ്ങൾ, ഇതിലൊക്കെ എന്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അവിടെ നിൽക്കുന്ന ആചാര്യസഭയിലുള്ള ആ സമയത്തുള്ള ആചാര്യസഭയിൽ നിന്നാണ് അതിൻ്റെ അവസാനത്തെ തീരുമാനം ഉണ്ടാകുന്നത്. കാരണം അങ്ങനത്തെ ഒരു ദിവ്യ മുഹൂർത്തത്തിൽ ദിവ്യസ്ഥാനത്ത് ഇരുന്നെടുക്കുന്ന തീരുമാനം പിഴക്കില്ല. അത് ദേവന്മാരുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന തീരുമാനങ്ങൾ തെറ്റില്ല. അപ്പം അത്രയും വിശിഷ്ടമായ പ്രഭാവമുള്ള സ്ഥലവും സമയവുമാണെന്ന് ഋഷീശ്വരന്മാർ തിരിച്ചറിഞ്ഞിട്ടാണ്. കാരണം അല്ലെങ്കിൽ കേരളത്തിൽ മഹാക്ഷേത്രങ്ങൾ എന്ന് പറയാവുന്ന എത്ര സ്ഥലങ്ങളുണ്ട്, എത്രയോ തീർത്ഥങ്ങളുണ്ട്, വിശിഷ്ടമായിട്ടുള്ള തീർത്ഥങ്ങളുണ്ട്. ഒരു കുളിയാണെങ്കിൽ അവിടെയൊക്കെ ആവാം. അല്ല, അവിടെയൊക്കെ ആവാം. കാരണം അവിടെയൊക്കെ സ്വതവേ ശക്തിയുടെ പ്രഭാവമുണ്ട്. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളും അതിനെ തീർത്ഥം എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഈ തീർത്ഥഘട്ടത്തിൽ ഈ പ്രത്യേക സമയത്ത് അഭൂതപൂർവമായിട്ടുള്ള ഒരു ശക്തിപ്രവാഹമാണ്. അത് ഈ ഗ്രഹങ്ങളുടെ അവസ്ഥ കൊണ്ട് അതിനെ നിർണ്ണയിക്കാം, ഏത് കാലത്ത് അത് വരണമെന്ന് നിർണ്ണയിക്കാം. അത് മാഘമാസത്തിൽ. അത് ഇവിടുത്തെ പോലെ തന്നെ പ്രയാഗ്രാജിലുണ്ട്. അതുകൊണ്ട് പ്രയാഗ്രാജിൽ മഹാമാഘം വലിയ വിശേഷമായിട്ട് എല്ലാ വർഷവും അവിടെ നടക്കും. കൽപ്പവാസം എന്നാണ് പറയുക. കാരണം ഈ ഒരു മാസം നമ്മൾ ദിവസവും ഈ തീർത്ഥസ്നാനം ചെയ്ത്, ഈ വിശിഷ്ടമായിട്ടുള്ള ഊർജ്ജപ്രവാഹമുള്ള തീർത്ഥസ്നാനം ചെയ്ത് അതിൻ്റെ തീരത്ത് ജപമായിക്കോട്ടെ പുരാണപാരായണമായിക്കോട്ടെ അതുമായിട്ട് ചെലവഴിച്ചാൽ ബ്രഹ്മദേവൻ്റെ ഒരു കൽപ്പം, ഒരു ദിവസം, അതായത് ഒരു കൽപ്പം തപസ് ചെയ്ത ഫലം എന്നുള്ളതാണ്. പ്രയാഗ്രാജിൽ ഏകദേശം 10-20 ലക്ഷത്തിന് ആളുകളാണ് ഒരു മാസത്തോളം താമസിക്കാൻ വേണ്ടി എത്തിച്ചേരുക. കുംഭമേള പോലെ തന്നെ ശിബിരങ്ങൾ. അതായത് 12 വർഷം നടക്കുന്ന കുംഭമേള കൂടാതെ 11 വർഷവും ഈ കൽപ്പവാസമുണ്ട്. കുംഭമേളയുടെ ഇടയിലുണ്ട്. അവിടെ വന്ന ആളുകൾക്കറിയാം, ഇതിനിടയിലൊക്കെ ഓരോരോ ഒറ്റയ്ക്കുള്ള ടെൻറ്റുകൾ കാണാം. അത് കൽപ്പവാസികളുടെയാണ്. അപ്പോൾ അവരൊരു 10-20 ലക്ഷം പേരുണ്ടാവും. അപ്പോൾ അതെല്ലാ വർഷവും, ഇപ്പോൾ ഈ വർഷം ജനുവരി 2 തൊട്ട് തുടങ്ങുക. കാരണം ഇത്തവണത്തെ മാഘം വളരെ വിശേഷമാണ്. അതായത് 75 വർഷത്തിന് ശേഷം വരുന്ന ചില പ്രത്യേക ഗ്രഹയോഗങ്ങൾ ഈ മാഘത്തിൽ വരുന്നുണ്ട്. പുഷ്യനക്ഷത്രവും ശുക്രനും ഗുരുവും ഒക്കെ ചേർന്നിട്ടുള്ള സംയോഗങ്ങൾ വരുന്നുണ്ട്. മാഘപൂർണിമ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിട്ടുള്ള മാഘപൂർണിമ, ഇതുപോലെ പല യോഗങ്ങൾ ചേരുന്നൊരു സമയമാണ്. പിന്നെ മഹാകുംഭിന് ശേഷം വരുന്ന അടുത്ത, അതായത് ആ ദേവതാ പ്രഭാവത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള മഹാമാഘമാണ്. അതുകൊണ്ട് പ്രയാഗിൽ ഇത്തവണ വളരെ വിശേഷപ്പെട്ട ഇതാണ്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും പൂർവാചാര്യന്മാർ നിശ്ചയിച്ചതും പഴയ കാലത്ത് നടന്നു വന്നതും. ഇപ്പോൾ ഒരു ജ്യോതിഷമാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞ കുറേ ഭാഗങ്ങൾ, ഈ ഗ്രഹനിലകളെക്കുറിച്ചും അവരുടെ പ്രഭാവങ്ങളെക്കുറിച്ചും പിന്നെ ദേവത എന്ന് പറഞ്ഞാൽ ദേവതാ വിജ്ഞാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതെല്ലാം അന്ധവിശ്വാസമാണ്, ഇതൊന്നുമില്ല, അതൊക്കെ ചുമ്മാ പറയുന്നതാണ് എന്ന് പറയുന്ന ഒരു പ്രൊപ്പഗാൻഡ കേരളത്തിൽ നല്ല പോലെയുണ്ട്. എന്തെങ്കിലും അതിനെക്കുറിച്ച് അത് കേൾക്കുമ്പോൾ എന്താ തോന്നുക? കാരണം ഇതിൻ്റെ നെടുനായകത്വത്തിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു പ്രസ്താവന കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇപ്പോൾ ഒരാൾ നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഭൂമി പരന്നതാണെന്ന് പറഞ്ഞാൽ കേൾക്കുന്ന അതെ ചിരി. ഓ ആയിക്കോട്ടെ, നിങ്ങൾക്ക് പറഞ്ഞതെന്നുള്ള എനിക്ക് വിരോധമില്ല. അതെ, ഇത് അവർക്കുള്ളതല്ല. അവർ വരണ്ട, അത് ഒന്നുമില്ലാത്തടത്തേക്ക് അവർ വരേണ്ട കാര്യമില്ലല്ലോ. ഇതുണ്ട് എന്ന് വിശ്വാസമല്ല, ജീവിതത്തിൽ അനുഭവമുള്ള, അതിൻ്റെ അനുഭൂതിയുള്ള കോടിക്കണക്കിന് ആളുകൾ ഈ സംസ്കൃതിയുടെ ഭാഗമായിട്ട് ഈ ലോകത്തെമ്പാടുമുണ്ട്. അപ്പോൾ അവരെ തന്നെ താങ്ങാൻ പറ്റുന്നില്ല. പ്രയാഗ്രാജിലൊക്കെ 60 കോടി ആളുകളാണ് എത്തിയത്. വിശ്വസിച്ച് വരുന്നവരെ തന്നെ ഉൾക്കൊള്ളാൻ, അല്ല വിശ്വസിച്ചല്ല, അനുഭവിച്ചും അനുഭൂതി നുകർന്നും വരുന്നവരെ തന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ വിശ്വസിച്ച് വരുന്നവർ പോലും വരണ്ട, അന്ധവിശ്വാസികൾ ഒട്ടും വരണ്ട.